മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി രത്തൻ കേൽക്കർ ഇന്ന് ചുമതല ഏറ്റെടുക്കും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ചുമതല ഏറ്റെടുക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറുടെ നിയമനത്തിനെതിരെ പ്രതിഷേധമുയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. സേഫ് സെയ്റ്റ്ലാംദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സേഫ്, രത്തൻ കേൽക്കറുടെ നിയമനം തന്നെ വലിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉദ്ദിഷ്ടകാര്യത്തിൽ ഉപകാരസ്മരണ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നടക്കം വന്നിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയ പ്രചാരണങ്ങൾ ഇതിനെതിരെ നടത്താൻ കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്ന സമയത്തെ കാണേണ്ടത്. രാവിലെ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു ജിൽസി. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാവിലെ 11 മണിയാകുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും 11 മണിയാകുമ്പോൾ അദ്ദേഹം ചുമതല ഏറ്റെടുക്കും എന്നുള്ളതാണ്. വിവാദങ്ങളെക്കുറിച്ച് ചോദിച്ചെങ്കിലും അദ്ദേഹം കാര്യമായ പ്രതികരണത്തിന് വേണ്ടി തയ്യാറായില്ല. അത് ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് ജിൽസി സൂചിപ്പിച്ചത് അത് ഒരു രാഷ്ട്രീയ വിവാദമാക്കി ഇതിനോടകം തന്നെ ഇടതുമുന്നണി ഉയർത്തിയിട്ടുണ്ട്. ബംഗാളിൽ മനോജ് കുമാർ അഗർവാൾ, അദ്ദേഹം അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് BJP അധികാരത്തിൽ വരുമ്പോൾ ചീഫ് സെക്രട്ടറിയാക്കി നിയമിച്ചു. അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇടതുമുന്നണി ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം എന്നുള്ള വാചകം ആ നിയമനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇടതുമുന്നണി നേതൃത്വം CPM, പ്രത്യേകിച്ച് CPM ആദ്യം ഉന്നയിക്കുന്നത് CPI ആണ്. പിന്നീട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് വിമർശനമുണ്ടായി. DYFI സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇടതുമുന്നണി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് രത്തൻ കേൽക്കർ, അദ്ദേഹത്തെ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ചോദ്യം ഉയർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് ആണെങ്കിലും രാഷ്ട്രീയമായി ഉയർത്തേണ്ട വിഷയങ്ങളിൽ അത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച വേണ്ട എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം ആ വിഷയങ്ങളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ചുമതല ഏറ്റെടുക്കും. മുഖ്യമന്ത്രിയുടെ തന്നെ പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിയമനം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മികച്ച ഉദ്യോഗസ്ഥനാണ്. നല്ല രീതിയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ആളാണ്. നല്ല കാലിബറുള്ള ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചൂസ് ചെയ്തത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും അതിനകത്തൊരു രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഇനിയിപ്പോൾ 29 നയപ്രഖ്യാപനം, 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച, ഈ വിഷയമടക്കം നിയമസഭയിൽ ഉന്നയിക്കാൻ വേണ്ടി ഇടതുമുന്നണി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പുറത്ത് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട് ജിൽസി.